ഒരു പീരീഡ്സ് തുടങ്ങുന്നതിൻ്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങളും ഈ ഒരു സ്റ്റേജിലൂടെയൊക്കെ കടന്നു പോവാറുണ്ടോ? നിങ്ങളുടെ മൂഡൊക്കെ ഈ ഒരു രീതിയിലാണോ എന്നുള്ളത് ആദ്യത്തെ ഈ ഒരു വോയിസ് കേട്ടിട്ട് നിങ്ങൾ ഇപ്പം തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതായത് ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും നമ്മൾ. എന്ത് പറഞ്ഞാലും ആരെന്ത് പറഞ്ഞാലും അതിന് തർക്കിക്കുക, പെട്ടെന്ന് ദേഷ്യം വരിക, പെട്ടെന്ന് സങ്കടം വരിക, പെട്ടെന്ന് കരയുക. പിന്നെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് മടുപ്പായിരിക്കും. ഒന്നും ചെയ്യാൻ തോന്നാതിരിക്കുന്ന ഒരവസ്ഥയുണ്ടല്ലോ. എവിടെയെങ്കിലൊക്കെ മൂടി പൊതച്ച് കിടന്നുറങ്ങാനായിട്ട് തോന്നുക. വെറുതെ കുറേ മൂവീസൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. പിന്നെ ക്രേവിങ്സ് ആയിരിക്കും, നല്ല ക്രേവിങ്സ് ആയിരിക്കും. എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടിയാൽ എന്തായിക്കോട്ടെ, ജങ്ക് ഫുഡ് ആയിക്കോട്ടെ, എന്ത് ഫുഡായിക്കോട്ടെ, അതൊക്കെ വാരി വലിച്ച് കഴിക്കുക. പിന്നെ എന്ത് ചെയ്യുമ്പോഴും, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന, ഒരു പ്ലാനിങ് ഒന്നും വേണ്ട എന്നൊക്കെയുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡായിരിക്കും. നമ്മൾ എത്ര തന്നെ പുഷ് ചെയ്താലും ഞാൻ എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടുണ്ട് ചെയ്യാനായിട്ട്, അതൊന്നും ചെയ്യാതിരുന്നാൽ ശരിയാവില്ല, ഈ സമയത്ത് ഞാനിപ്പോൾ ഇതാണ് ചെയ്യേണ്ടതെന്നൊക്കെ എൻ്റെ മനസ്സിൽ എങ്ങനെ ഉണ്ടാവും. പക്ഷേ എത്ര പുഷ് ചെയ്താലും ആ ഒരു ഫ്ലോയിലേക്ക് അങ്ങ് വരാൻ കഴിയില്ല. മടിയായിരിക്കും, മടിയായിരിക്കും. എവിടെയെങ്കിലൊക്കെ ഒന്ന് ചടഞ്ഞു കൂടിയിരുന്ന് സിനിമ കണ്ട് അല്ലെങ്കിൽ ഫോണൊക്കെ സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ അടുക്കും ചിട്ടയും ഒന്നുമില്ലാതെ അങ്ങനെ അങ്ങ് ഇരിക്കാൻ തോന്നുന്ന അവസ്ഥ അങ്ങനെ ഉണ്ടാവാറുണ്ടോ? നിങ്ങൾക്ക് ഉണ്ടാവാറുണ്ടെങ്കിൽ നിങ്ങൾ തനിച്ചല്ല കേട്ടോ. ഒട്ടുമിക്ക പെൺകുട്ടികളും കടന്നു പോകുന്ന ഒരു ഫേസ് തന്നെയാണിത്. ഇതിന് കാരണം വേറെ ആരുമല്ല, വേറെ ഒരു റീസണും അല്ല, നമ്മുടെ ഹോർമോൺസ് മാത്രമാണ്. കാരണം എന്താണെന്നറിയോ, നമ്മൾക്ക് സ്ത്രീകൾക്ക് 4 ഫേസസ് ആണുള്ളത്. അതായത് 4 സ്റ്റേജസ് ആണെന്ന് വേണം പറയാൻ, അല്ലെങ്കിൽ 4 ഫേസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് മെൻസ്ട്രൽ, ഫോളിക്കുലർ, ഓവുലേഷൻ, ലുട്ടിയൽ ഫേസ്. ബയോളജി ക്ലാസ് ഒന്നും അല്ല കേട്ടോ, ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. എന്നാലും ഈ ഒരു 4 സ്റ്റേജ് അത് ഒരു സ്ത്രീയുടെ ആ ഒരു ലൈഫിൽ എത്രത്തോളം ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട്, അവർ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളെയും അത് എത്രത്തോളം എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇന്ന് പറയുന്നത് കേട്ടോ. അത് നിങ്ങൾക്ക് കുറച്ചൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. എന്തുകൊണ്ടാണ് നമുക്ക് ഓരോ സമയത്ത് ഓരോ മൂഡ്, എന്തുകൊണ്ടാണ് ഇന്ന് നല്ല എനർജറ്റിക് ആണെങ്കിൽ നാളെ ആ ഒരു സ്റ്റേജിലേക്ക് എത്താൻ പറ്റാത്തത്, എന്തുകൊണ്ടാണ് ഇന്ന് പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്നാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ ആ ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാനേ തോന്നാത്തൊരവസ്ഥ. ഇതിനൊക്കെ ഒരു ആൻസർ ഇന്ന് ഈ ഒരു വീഡിയോ കണ്ടു തീരുമ്പോഴേക്കും നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ആദ്യം നമുക്ക് ആ ഒരു മെൻസ്ട്രേഷൻ്റെ ആ ഒരു സ്റ്റേജിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പം ആ ഒരു മെൻസസ് ഒക്കെ ആവുന്ന ആ ഒരു പീരീഡ്സിൻ്റെ ആ ഒരു സമയം എന്ന് പറയുന്നത് നമ്മൾ ഭയങ്കര ഇമോഷണൽ ആയിരിക്കും അല്ലേ. ഭയങ്കര ഒരു നല്ല സെൻസിറ്റീവ് ആയിരിക്കും. ആരെന്ത് പറഞ്ഞാലും അത് നമ്മളെ തലയിലേക്ക് എടുക്കുക, നമ്മളെ മൈൻഡിലേക്ക് എടുക്കുക. ഒരു സങ്കടം വരിക, ഒരു കരച്ചിലൊക്കെ വരിക, ഒരു മൊത്തത്തിലൊരു ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു അവസ്ഥ. പിന്നെ എനർജി നല്ല ലോ ആയിരിക്കും. പിന്നെ ഇങ്ങനെ ആവശ്യമില്ലാതെ ഫുഡിനോടൊക്കെ ഭയങ്കര ക്രേവിങ്സ് ആയിരിക്കും. ഇങ്ങനെ വാരി വലിച്ചു കഴിക്കാനൊക്കെ തോന്നും. നമ്മൾ എത്ര ഡയറ്റിലാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു ഫുഡ് കാണുമ്പോൾ ഇന്ന് കുഴപ്പമില്ല കഴിക്കാം എന്നൊക്കെയുള്ളൊരു ആ ഒരു ആറ്റിറ്റ്യൂഡായിരിക്കും. നമ്മുടെ ഈ ഒരു സമയത്ത് നമ്മുടെ ഈസ്ട്രോജൻ ആണെങ്കിലും പ്രൊജസ്ട്രോൺ ആണെങ്കിലൊക്കെ ഏറ്റവും ലോയിൽ കിടക്കുന്ന ആ ഒരു സമയമാണ് കേട്ടോ അത്. അപ്പോൾ ആ ഒരു സമയം അങ്ങനത്തെ ഒരു ടൈമായിരിക്കും. നമ്മുടെ ആ ഒരു മെൻറ്റാലിറ്റി, നമ്മുടെ മൂഡ് ആ ഒരു രീതിയിലായിരിക്കും പോയിക്കൊണ്ടിരിക്കുക. ആ ഒരു സമയത്ത് നിങ്ങൾ ഇത്രമാത്രം ചെയ്താൽ മതി, നിങ്ങളുടെ മൈൻഡ് പറയുന്ന രീതിയിൽ ചെയ്യുക കേട്ടോ. കാരണം ആ ഒരു സമയത്ത് എനിക്ക് എൻ്റെ പീരീഡ്സിൻ്റെ സമയത്താണെങ്കിലും ആദ്യത്തെ 3 days ഒക്കെ ഉണ്ടല്ലോ, ഞാൻ എൻ്റെ ബോഡിക്ക് അങ്ങ് കംപ്ലീറ്റ് ആയിട്ട് വിട്ടുകൊടുത്തേക്കാണ് കേട്ടോ. കഴിക്കാൻ തോന്നുന്നത് കൂടുതലായിട്ടൊന്നുമല്ല, ആ ഒരു പോർഷൻ കൺട്രോൾ ചെയ്തിട്ട് കഴിക്കാൻ തോന്നുന്നതൊക്കെ കഴിക്കാറുണ്ട്. പിന്നെ സ്ലീപ്പിന്, ഉറക്കത്തിന് ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കും കേട്ടോ. ഉറക്കം വരികയാണെങ്കിൽ ഇപ്പം ഡ്യൂട്ടിയൊക്കെ ഉള്ള ദിവസമാണെങ്കിൽ പറ്റത്തില്ലല്ലോ, എന്നാലും ആ ഒരു ഫസ്റ്റ് ഡേ ഒക്കെ മാക്സിമം ഞാൻ ഒരു ഹാഫ് ഡേ എങ്കിലും ലീവ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. അത്രയ്ക്ക് ഒരു ടയേർഡായിരിക്കും ആ ഒരു സമയത്ത്. നമ്മുടെ ബോഡി നമ്മളോട് തന്നെ റെസ്റ്റ് വേണം എന്ന് പറയുന്നത് പോലെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. രാത്രിയിലാണെങ്കിലും പ്രോപ്പറായിട്ട് ഒരു 8 hours സ്ലീപ്പ് നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ആ ഒരു സമയത്ത് നമ്മളെ വീട്ടിലെ കാര്യങ്ങളാണെങ്കിലും മക്കളെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്തോ ഹസ്ബൻഡിൻ്റെ അടുത്തോ അല്ലെങ്കിൽ പേരൻസിൻ്റെ അടുത്തൊക്കെ ഹെൽപ്പ് ചോദിക്കുക കേട്ടോ. ആ സമയം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് റെസ്റ്റ് ചെയ്യുക. അതിനൊരു ഗിൽറ്റി ഫീലിംഗ് നിങ്ങൾക്ക് തോന്നേണ്ട ആവശ്യമില്ല. ആ സമയത്ത് നിങ്ങളുടെ ബോഡിക്ക് ആ ഒരു റെസ്റ്റ് അത്യാവശ്യമാണ് കേട്ടോ. പിന്നെ അടുത്തത് ഒരു ഫോളിക്കുലർ ഫേസ് ആണ് കേട്ടോ. ആ ഒരു സമയത്ത് നമ്മൾ ഈസ്ട്രോജനൊക്കെ കുറച്ചൊന്ന് കൂടി ഇങ്ങനെ വരാൻ തുടങ്ങുന്ന ഒരു സമയമാണ് കേട്ടോ. ആ ഒരു പീരീഡ്സ് കഴിഞ്ഞിട്ടുള്ള ആ ഒരു സമയത്ത് ഒരു എനർജി അങ്ങ് വരാനുണ്ട്. അപ്പോൾ നമ്മൾക്ക് തന്നെ തോന്നും, അയ്യോ ഇന്നലെയുള്ള ഞാനാണോ ഇന്നേക്ക് എന്നുള്ളത്. അത് നമുക്ക് ശരിക്കും ഒരു ഫീൽ ചെയ്യും കേട്ടോ. ഭയങ്കര ഒരു പ്രൊഡക്റ്റീവായ പോലെ ഒരു എനർജി എവിടെ നിന്നൊക്കെയോ ഒന്ന് കിട്ടുന്ന പോലെ ഭയങ്കര എനർജറ്റിക് ആയിരിക്കും കേട്ടോ. ആ സമയത്ത് നമ്മൾ പുതിയ കാര്യങ്ങൾ
കാര്യങ്ങൾ ചെയ്യാനായിട്ട് തോന്നും. പിന്നെ ആ ഒരു പ്ലാനറൊക്കെ കൃത്യമായിട്ട് ഒന്നുകൂടി ഒന്ന് പൊടി തട്ടിയെടുത്ത് ആ ഒരു ദിവസമൊക്കെ എങ്ങനെ വേണം എന്നൊക്കെ ഉള്ളത് കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് ടു ഡു ലിസ്റ്റൊക്കെ എഴുതി ഡെയിലി റൂട്ടീനൊക്കെ സെറ്റ് ചെയ്ത് ഒന്നും പറയണ്ട, നമ്മൾ എങ്ങനെയാണോ ആകണമെന്ന് ആഗ്രഹിക്കുന്നത് ആ ഒരു ലെവലിലേക്ക് നമ്മൾ മെല്ലെ 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 ഇങ്ങനെ പോകും കേട്ടോ. ആ ഒരു സമയം എന്തായാലും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഒരു മൈൻഡൊക്കെ നല്ല റിലാക്സ്ഡ് ആയിട്ട് നല്ല എനർജറ്റിക് ആയിട്ട് പ്ലസൻ്റ് ആയിട്ട് അങ്ങനെ ഒരു മൂഡായിരിക്കും കേട്ടോ. ആ ഒരു ഫേസിൻ്റെ എല്ലാ സമയത്തും ആ ഒരു എനർജി ഉണ്ടായിരുന്നെങ്കിൽ, ഈ ഒരു മെൻറ്റാലിറ്റി ആയിരുന്നെങ്കിൽ എന്നുള്ളത് നമുക്ക് അറിയാതെ നമ്മൾ കൊതിച്ചു പോകുന്ന ഒരു സമയമായിരിക്കും കേട്ടോ അത്. പിന്നെ ആ ഒരു സമയത്ത് അങ്ങനെ ഒരു സമയം ഉണ്ടാകുമ്പോൾ നമ്മൾ ഒട്ടും വിട്ട് കളയരുത് കേട്ടോ. മാക്സിമം പ്ലാനിങ്ങിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക, മാക്സിമം ക്രിയേറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് തോന്നുക, മാക്സിമം നമ്മുടെ ആ ഒരു ദിവസങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ആ ഒരു ഓവുലേഷൻ ആ ഒരു സമയത്തേക്ക് എത്തും. ആ ഒരു സമയത്ത് നമ്മൾ ഈസ്ട്രോജനൊക്കെ ഏറ്റവും പീക്കിലെത്തുന്ന ഒരു സമയമായിരിക്കും കേട്ടോ. ആ സമയത്താണ് നമുക്ക് കുറച്ചുകൂടി ഒരു ബോൾഡായിട്ട് അല്ലെങ്കിൽ കുറച്ചധികം ഒരു കോൺഫിഡൻ്റ് ആയിട്ടൊക്കെ ഫീൽ ചെയ്യുന്നൊരു സമയമായിരിക്കും കേട്ടോ. പുറത്ത് പോയിട്ട് ആൾക്കാരുടെ അടുത്ത് സംസാരിക്കാനും ഒരു എന്നെക്കുറിച്ച് തന്നെ നമ്മളെക്കുറിച്ച് തന്നെ നമുക്കൊരു പ്രൗഡൊക്കെ തോന്നുന്നൊരു സമയമായിരിക്കും കേട്ടോ അത്. ആ ഒരു സമയത്ത് നമ്മളെ തന്നെ കുറച്ചുകൂടി നല്ല ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും പിന്നെ ആൾക്കാരുടെ അടുത്തൊക്കെ അങ്ങോട്ട് പോയിട്ട് അപ്രോച്ച് ചെയ്ത് സംസാരിക്കാനും പിന്നെ ഒരു പ്രൊജക്റ്റോ കാര്യങ്ങളോ സെമിനാറോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പ്രസൻറ്റേഷനൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരിക്കും. ആ ഒരു സമയത്ത് എന്ത് പറയാനും ചെയ്യാനും പ്രവർത്തിക്കാനൊക്കെ നല്ലൊരു കോൺഫിഡൻ്റ് ആയിരിക്കും കേട്ടോ. ഒരു ഓവർ കോൺഫിഡൻ്റ് അല്ല, ഒരു നല്ലൊരു എന്താ പറയുക, നമുക്ക് ആ ഒരു പോസിറ്റിവിറ്റി ശരിക്കും ഫീൽ ചെയ്യും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ആ ഒരു ലുട്ടിയൽ ഫേസിലേക്ക് കടക്കുന്ന സമയത്ത്, അതായത് ഇതൊക്കെ എന്താണ് നമ്മുടെ ശരീരത്തിൽ നടക്കുന്നതെന്നുള്ളത് ഞാൻ പറയുന്നില്ല കേട്ടോ. ആ ഒരു സമയത്തുള്ളൊരു മെൻ്റൽ സ്റ്റേറ്റിനെ കുറിച്ചാണ് ഞാൻ കൂടുതലായിട്ട് പറയുന്നത്. ഈ സമയത്ത് നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്നുള്ളത് ആ ഒരു ബയോളജിക്കലായിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. ആ ഒരു ലുട്ടിയൽ ഫേസിലേക്ക് എത്തുമ്പോഴേക്കും നമ്മളെ പ്രൊജസ്ട്രോൺ കൂടി വരുന്ന ഒരു സമയമാണ്. ആ ഒരു സമയമാകുമ്പോഴേക്കും നമുക്ക് ഒരുമാതിരി ഒരു എന്താ പറയുക, ഇത്രയും ദിവസം ഉണ്ടായിരുന്ന ഞാനായിരിക്കില്ല ആ ഒരു സമയത്ത് പെട്ടെന്നൊരു എനർജി ഡ്രോപ്പായിരിക്കും. അത് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. കാരണം ഇത്രയും നാൾ നല്ല പ്രൊഡക്റ്റീവായിട്ട് നല്ല പ്ലാനിങ്ങോട് അടുക്കും ചിട്ടയോടെയൊക്കെ പോയിട്ടുണ്ടായിരുന്ന നമ്മൾ പെട്ടെന്ന് അങ്ങ് ഇതൊക്കെ എന്തിന് മടുത്ത് ഇനി ഇതൊന്നും വേണ്ട എന്നുള്ള ആ ഒരു മൂഡിലേക്ക് എത്തും കേട്ടോ. അത് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പം നമ്മളോട് തന്നെ ചോദിക്കും, ഇതെന്തത് പെട്ടെന്ന് എന്താ നമുക്കിത് പറ്റിയത് എന്നുള്ളത് നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കും കേട്ടോ. നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു ഫേസിലൂടെ ആയിരിക്കും നമ്മൾ കടന്നു പോകുന്നുണ്ടാവുക. എത്രത്തോളം നമ്മളെ പുഷ് ചെയ്താലും ഇത് നീ ഇപ്പം ചെയ്യെന്ന് പറഞ്ഞാലും ചെയ്യാൻ തോന്നില്ല. നമുക്കൊരു സ്റ്റെപ്പ് മുന്നോട്ട് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല കേട്ടോ. ആ ഒരു സമയത്ത് നമ്മളെ മൈൻഡ് ആ ഒരു അലങ്കോലാവുന്ന പോലെ തന്നെ നമ്മുടെ ചുറ്റുപാടൊക്കെ അലങ്കോലാവുക. കിച്ചണാണെങ്കിൽ പ്രോപ്പറായിട്ടൊന്ന് ക്ലീൻ ചെയ്യാനൊന്നും തോന്നാതിരിക്കുക. നമ്മളെ വീട് മൊത്തത്തിൽ തലകീഴായിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. ഓരോ സാധനം അതിൻ്റേതായ സ്ഥലത്തേക്ക് എടുത്ത് വെക്കാനായിട്ട് തോന്നില്ല. പിന്നെ ഹസ്ബൻഡിൻ്റെ അടുത്തും കുട്ടീൻ്റെ അടുത്തൊക്കെ ഒരു എന്ത് പറഞ്ഞാലും ഒരു തർക്കുത്തരം പറയുക, ഒരു ദേഷ്യം വരിക, അങ്ങനത്തെ ഒരു സമയമില്ലേ. എൻ്റെ ഏട്ടനൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് പീരീഡ്സ് ആവാറായോ എന്നുള്ളത്. നമ്മളെ കൂടെയുള്ളവർക്കാർക്കും നമ്മളെക്കാൾ നമ്മുടെ ആ ഒരു മൂഡ് സ്വിങ്ങൊക്കെ ശരിക്കും മനസ്സിലാവുക കേട്ടോ. അനാവശ്യമായിട്ട് വെറുതെ തൊട്ടതിനും പിടിച്ചതിനൊക്കെ ഞാൻ ദേഷ്യപ്പെടും, ആർഗ്യൂ ചെയ്യാനായിട്ട് പോകും. വെറുതെ എന്നിട്ട് ഞാൻ എന്നെക്കുറിച്ച് ആലോചിച്ചിട്ട് എനിക്ക് എന്നെ വിഷമം തോന്നും. എന്തെനിക്ക് പറ്റിയെന്നൊക്കെയുള്ളത് എനിക്കറിയാം. ഞാൻ ഈ ഒരു ഫേസിലൂടെയാണ് കടന്നു പോകുന്നതെന്നൊക്കെ ഉള്ളത് എനിക്കറിയാം. എന്നാലും ആദ്യത്തെ ആ സമയത്തൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് എന്താ എന്നെക്കൊണ്ട് പറ്റാത്തേ എന്നൊക്കെയുള്ളത് ഞാനിങ്ങനെ തോന്നി വിഷമിച്ചിരിക്കാറുണ്ട് കേട്ടോ. പിന്നെ കുറച്ചൊരു ബോധമൊക്കെ വന്നതിന് ശേഷം ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ശരീരത്തിലുള്ള ആ ഒരു ഹോർമോണൽ വേരിയേഷൻ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്നൊക്കെ ഞാൻ എന്താ പറയുക, ശരിക്കും അത് അറിയുമെങ്കിൽ പോലും ഞാൻ അതെൻ്റെ ലൈഫിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ എന്താ പറയുക മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഞാനൊരു ഡോക്ടറായിട്ട് പോലും ആ ഒരു ഫേസിലൊക്കെ നമ്മുടെ മെൻ്റൽ സ്റ്റേറ്റ് ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ എനിക്ക് അറിയാമെങ്കിൽ പോലും ഈ ഒരു സമയങ്ങളിലൊക്കെ ഞാൻ അനാവശ്യമായിട്ട് കുറേ സ്ട്രെസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എന്തുതന്നെയാണെങ്കിലും നിങ്ങൾക്കിപ്പം ഞാൻ ഈ പറഞ്ഞ സ്റ്റേജസും കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ നമുക്കിപ്പോൾ നമ്മുടെ ബോഡി റെസ്റ്റാണ് ചോദിക്കുന്നതെങ്കിൽ റെസ്റ്റ് ചെയ്യുക. നമ്മൾ ആ ഒരു സെൻസിറ്റീവായിട്ടുള്ള ഒരു ഫേസിലാണ് ഉള്ളതെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ ഒരു പീരീഡ്സ് ആവുന്നതിന് തൊട്ട് മുമ്പുള്ള ആ ഒരു സ്റ്റേജ്, ആ ഒരു സമയത്ത് നമ്മൾ ഭയങ്കര സെൻസിറ്റീവായിരിക്കും, മടുപ്പായിരിക്കും. എന്നാലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അതൊന്ന് മിനിമലായിട്ട് ചെയ്യാനായിട്ട് തോന്നുക കേട്ടോ. ഇപ്പോൾ നമ്മൾ 1 മണിക്കൂർ ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ അതൊരു 20 മിനിറ്റ്സ് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ്
അറ്റ്ലീസ്റ്റ് ഒരു 10 മിനിറ്റ്സ് എങ്കിലും ചെയ്യുക. ഞാനൊക്കെ ആ ഒരു സമയത്ത് സ്ലോ ഡൗൺ ചെയ്യാറുണ്ട്. നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് ഇത്ര സമയം എന്നുള്ളത് നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ. ആ ഒരു സമയമൊക്കെ ഞാനൊന്ന് കുറയ്ക്കും കേട്ടോ. ആ സമയത്ത് 1 മണിക്കൂറാണെങ്കിൽ ഒരു 15 മിനിറ്റ് എന്നെ കൊണ്ടാവുന്ന രീതിയിൽ നമുക്ക് അങ്ങനെ ചെയ്യാതിരിക്കാനായിട്ട് കംപ്ലീറ്റ് ആയിട്ട് പറ്റാതിരിക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവല്ലോ. അതായത് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതെന്തായാലും മസ്റ്റായിട്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ, അതിന് അത്ര സമയം കൊടുക്കാതെ ഒന്ന് സമയം എന്താ പറയുക കുറച്ച് കൊണ്ടുവരാം കേട്ടോ. എന്നിട്ട് നമ്മൾ മാക്സിമം സ്ട്രെസ്സ് കൊടുക്കാതിരിക്കുക, സ്ട്രെസ്സ് കുറയ്ക്കുക. നമ്മുടെ ബോഡിക്ക് ആ ഒരു സമയത്ത് ഇത്രയും ദിവസം നമ്മുടെ കൂടെ നിന്ന നമ്മുടെ ബോഡിയാണ്, നമ്മുടെ ബോഡീനെ നമ്മളാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് അധികം സ്ട്രെസ്സൊന്നും കൊടുക്കാതെ നമ്മളെ ബോഡിക്ക് ഇപ്പോൾ റെസ്റ്റാണ് വേണ്ടതെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റേതായ രീതിയിൽ എനിക്കിപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ ഒരു ഫേസിലൂടെ കടന്നു പോകേണ്ടത് എന്നുള്ളത് എനിക്ക് എന്താ പറയുക പുറമേ നിന്ന് പറഞ്ഞു തരാനേ പറ്റുള്ളൂ. നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത് എന്നുള്ളത് നിങ്ങൾ തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മളെ കാമിങ് ആയിട്ടുള്ള കുറച്ച് ആക്ടിവിറ്റീസ്, അതായത് നമ്മൾ കോമഡി ഫിലിം കാണാൻ തോന്നുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ എന്താ പറയുക എന്താണോ നിങ്ങൾക്ക് ക്രാഫ്റ്റോ പെയിൻറ്റിങ്ങോ എന്തെങ്കിലുമൊക്കെ ഇഷ്ടം ഉള്ള ആൾക്കാരാണെങ്കിൽ ആ ഒരു അങ്ങനെ കാമായിട്ടിരിക്കാനായിട്ട് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആക്ടിവിറ്റീസൊക്കെ ചെയ്യുക. പിന്നെ സ്ലീപ്പിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക കേട്ടോ. നമുക്ക് ആ ഒരു സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് സ്ലീപ്പ് കിട്ടുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. നമ്മളെ ബോഡീനെ അധികം പുഷ് ചെയ്യാതിരിക്കുക. ഇത്രയും ദിവസം നമ്മുടെ കൂടെ നിന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത ബോഡിയാണല്ലോ. ഈ ഒരു സമയത്ത് നമ്മളെ ബോഡിയിലുള്ള ഹോർമോണൽ ഇംബാലൻസ് ശരിക്കും നമ്മൾ മനസ്സിലാക്കുക, അതിനനുസരിച്ചിട്ട് ചെയ്യാട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു കാണിച്ചേക്കുന്ന വിഷ്വൽസും ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ വലിയ ബന്ധങ്ങളൊന്നും ഉണ്ടാവില്ല. എന്നാലും വെറുതെ ഒരു വോയിസ് ഓവർ കൊടുത്താൽ നിങ്ങൾക്ക് കാണാനായിട്ടൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വീഡിയോസ് ക്ലിപ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. നമ്മുടെ ബോഡീനെ നമ്മൾ ആദ്യം മനസ്സിലാക്കുക. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അതായത് 4 ഫേസാണ് നമുക്കുള്ളത്. മെൻസ്ട്രൽ ഫേസ് ഉണ്ട്, ഫോളിക്കുലാർ ഉണ്ട്, ഓവുലേഷൻ ഉണ്ട്, ലുട്ടിയൽ ഫേസ് ഉണ്ട്. മെൻസ്ട്രൽ ആ ഒരു സ്റ്റേജിൽ നമുക്ക് റെസ്റ്റാണ് വേണ്ടത്. നമുക്ക് ലോ എനർജി ആയിരിക്കും, അപ്പോൾ നമ്മൾ റെസ്റ്റ് കൊടുക്കുക. പിന്നെ ഫോളിക്കുലർ ഫേസ് ആണെങ്കിൽ നമ്മൾ ആ ഒരു എനർജി വീണ്ടും തിരിച്ചെടുക്കുന്ന ആ ഒരു സമയമാണ്. ആ ഒരു സമയമൊക്കെ നമ്മൾ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് മാക്സിമം നമ്മൾ ട്രൈ ചെയ്യുക കേട്ടോ. പിന്നെ ഓവുലേഷൻ ഫേസിലാണെങ്കിലും ആ ഒരു പീക്കിൽ ഈസ്ട്രോജനൊക്കെ പീക്കിൽ നിൽക്കുന്ന ആ ഒരു സമയമാണ്. ആ ഒരു കോൺഫിഡൻ്റ് ആയിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്ന സമയമാണ്. ആ ഒരു സമയത്തൊക്കെ നമുക്ക് എന്തെങ്കിലും പ്രസൻറ്റേഷനൊക്കെ ഉണ്ടെങ്കിൽ പ്രസൻറ്റേഷൻ അല്ലെങ്കിൽ മീറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഓവുലേഷൻ്റെ ആ ഒരു ടൈം നോക്കിയിട്ട് ചൂസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത്. നല്ല കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു സമയമാണ്. പിന്നെ ആ ഒരു ലുട്ടിയൽ ഫേസ് ആണെങ്കിലും നമ്മളിങ്ങനെ പ്രൊജസ്ട്രോൺ ഇങ്ങനെ കൂടി വരുന്ന അങ്ങനത്തെ ഒരു സമയമാണ് കേട്ടോ. പിന്നെ പെട്ടെന്നൊരു ആ ഒരു ലുട്ടിയൽ ഫേസിൻ്റെ ലാസ്റ്റൊക്കെ ആവുന്ന സമയത്ത് പെട്ടെന്നൊരു പ്രൊജസ്ട്രോണും കൂടി ഇങ്ങനെ ഡൗൺ ആവുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് ഭയങ്കര നമ്മൾ സെൻസിറ്റീവ് ആയിരിക്കും, ഒരു മടുപ്പായിരിക്കും, എത്ര പുഷ് ചെയ്താലും ഒന്നും ചെയ്യാനായിട്ട് തോന്നില്ല, ഇതൊക്കെ എന്തിനാ ചെയ്യുന്നതെന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായിരിക്കും കേട്ടോ. ആ ഒരു സമയത്ത് നമ്മൾ പ്രോപ്പറായിട്ട് റെസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു ഫേസും ആ ഒരു നമ്മുടെ ഹോർമോണിൻ്റെ ആ ഒരു കളിയൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുക കേട്ടോ. നമ്മൾ പ്രോപ്പറായിട്ട് ആ ഓരോരോ ഫേസിലും നമ്മൾക്ക് എന്താണോ ചെയ്യാൻ പറ്റുക അത് ചെയ്യുക. അതിന് ഓരോ സമയത്തും നമ്മളെ ബോഡിക്ക് എന്താണോ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എങ്ങനെയാണ് ഓരോ ഫേസിൽ എക്സ്പീരിയൻസ് ചെയ്യാറുള്ളത്? ഇതുപോലൊക്കെ തന്നെയാണോ? നിങ്ങൾ എന്തൊക്കെ ആക്ടിവിറ്റീസാണ് ആ ഒരു സ്റ്റേജ് ഓവർകം ചെയ്യാനായിട്ട് ചെയ്യാറുള്ളത് എന്നുള്ളത് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ നമ്മളെ പേജിലേക്ക് വന്നിട്ട് ബാക്കിയുള്ള വീഡിയോസൊക്കെ കണ്ടു നോക്കിയിട്ട് ഇഷ്ടമാവാണെങ്കിൽ മാത്രമായിട്ട് ഇതുപോലുള്ള കണ്ടൻറ്റൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയ നല്ല ടോപ്പിക്സുമായിട്ട് പെട്ടെന്ന് തന്നെ കാണാം.